ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സംഘടിക്കാൻ അറിയാത്ത ഹിന്ദുക്കൾ എവിടെ ചെന്നാലും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ഒറ്റപ്പെടലിൻ്റെ തീവ്രമായിട്ടുള്ള വേദനകൾ എന്താണ് എന്ന് അവരനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയുടെ പുറത്തു പോകലിനെ തുടർന്ന് രാജിവെച്ച് അവരെ പ്രാണരക്ഷാർത്ഥം ഇന്ത്യയിലേക്ക് ചേക്കേറിയല്ലോ. അതിനെ തുടർന്ന് അവരുടെ അവാമി ലീഗ് പാർട്ടികളെ അടിച്ചമർത്തി ജമാഅത്തെ ഇസ്ലാമി അധികാരം കയ്യിലെടുക്കുകയും ജമാഅത്തെ ഇസ്ലാമി കൂട്ടത്തോടുകൂടി ഹിന്ദുക്കളെ കൊന്നൊടുക്കാനും തുടങ്ങിയതോടുകൂടി ഹിന്ദുക്കൾ സംഘടിക്കാൻ തീരുമാനിച്ചു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ കയ്യിൽ കിട്ടിയ കല്ലും കവണയുമായി ലക്ഷക്കണക്കിന് വരുന്ന ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ പൊതുനിരത്തിലിറങ്ങി. നിലനിൽപ്പിനു വേണ്ടിയുള്ള സമരം, മരിക്കുന്നതിന് മുമ്പ് ഒരുതി മരിക്കാമെന്നുള്ള മുദ്രാവാക്യം മുഴക്കി കയ്യിൽ കിട്ടിയതുമായി അവരും ഇറങ്ങി പ്രതിരോധിക്കാൻ. അതോടെ എതിർ പാർട്ടികൾ ഒതുങ്ങി. ഇത് ബംഗ്ലാദേശ് കാണിച്ചു തന്നത് വലിയ ഒരു പാഠമാണ്. എല്ലായിടത്തും ഹിന്ദുക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാനഡയിലെ വിഷയം എടുത്താലും ഇത് തന്നെയാണ്. കാരണം ഖലിസ്ഥാനികളാണ് ഇവിടെ കൂടുതൽ. കുറച്ചേ ഉള്ളെങ്കിലും അവരുടെ കയ്യിൽ തന്നെയാണ് അധികാരമെല്ലാം. ഈ ഖലിസ്ഥാൻ ഭീകരരെക്കാട്ടിൽ കൂടുതൽ ഇന്ത്യക്കാരുണ്ട് കാനഡയിൽ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഖലിസ്ഥാനികൾ 8 ലക്ഷമാണെങ്കിലും 18 ലക്ഷം ഇന്ത്യക്കാരുണ്ട് കാനഡയിൽ. ആധിപത്യം ഖലിസ്ഥാനികൾക്കാണല്ലോ. പണ്ട് തൊട്ട് തന്നെ ഖലിസ്ഥാൻ തീവ്രവാദത്തിന് വലിയ വേരുകളുള്ള മണ്ണാണ് ഈ കാനഡ. ഇപ്പോൾ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് പകരം വീട്ടുന്നതിനു വേണ്ടി സിഖ് തീവ്രവാദികൾ നടത്തിയ കനിഷ്ക വിമാന ആക്രമണത്തിൽ പോലും കാനഡ മതിയായ അന്വേഷണം നടത്തിയിട്ടില്ല. കാരണം അവർക്ക് പേടിയാണ് ഈ ഖലിസ്ഥാൻ ഭീകരൻ. നമ്മുടെ നാട്ടിലെ പോപ്പുലർ ഫ്രണ്ടിനെ ഭരണം പോലും ഭയപ്പെടുന്നത് പോലെ അവരെ ഭയമാണ്. 1ഉം 2ഉമല്ല 329 പേരായിരുന്നു കനിഷ്ക വിമാനാപകടത്തിൽ മരിച്ചത്. 1985 ജൂൺ 23-നായിരുന്നു. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് 182 എന്ന ബോയിങ് 749 എന്ന വിമാനം അയർലൻഡിന് തെക്കായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തകർന്നു വീണു. ലോകത്തെ ഞെട്ടിച്ച ഈ അപകടത്തിൽ വിമാനത്തിലെ 307 യാത്രക്കാരും 22 ജീവനക്കാരും ചാരമായി പോയി. അത് സാങ്കേതിക പിഴവായിരുന്നില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതായിരുന്നില്ല, ഏതെങ്കിലും പ്രകൃതിയുടെ വികൃതി ആയിരുന്നില്ല, ബോംബാക്രമണമൊക്കെ ആയിരുന്നു എന്നാണ് കണ്ടെത്തൽ. ലോകത്തെ നടുക്കി ആ ബോംബാക്രമണമാണ് എന്ന തിരിച്ചറിവ്. മുൻഭാഗത്ത് ചരക്ക് സൂക്ഷിക്കുന്ന അറയിലുണ്ടായ ബോംബ് സ്ഫോടനത്തിലാണ് വിമാനം തകർന്നത് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. 3-4 പേര് അറസ്റ്റിലായി എന്നല്ലാതെ ഇത്രയും പേരെ കൊന്ന ഈ സംഭവത്തിലെ സൂത്രധാരന്മാരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ പോലും ഗുരുതരമായ അനാസ്ഥയുണ്ടായി. 2001 സെപ്റ്റംബറിൽ വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്ന് നടന്ന ആ ഒരു സംഭവം ഒഴിവാക്കിയാൽ ഏറ്റവും വലിയ തീവ്രവാദി ആക്രമണം ഉണ്ടായതാണ്. ഇതിനെ ലോകം വിലയിരുത്തുന്നത് കാനഡയിൽ ഉണ്ടായത്. കാനഡയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടമരണവും അതുതന്നെയായിരുന്നു. ആസൂത്രകരെ പിടികൂടാൻ കഴിയാതെ അവസാനിച്ചു. ഈ ഒരൊറ്റ സംഭവത്തിൽ നിന്ന് തന്നെ കാനഡയിൽ ഖലിസ്ഥാൻ തീവ്രവാദത്തിന്റെ പിടി വ്യക്തമാണ് എന്ന് മാത്രമല്ല, അവർ എത്രമാത്രം ശക്തരാണെന്നും അവരെ എത്രമാത്രം ഭരണകൂടം ഭയക്കുന്നെന്നും അവർക്കും ബോധ്യപ്പെട്ടു, ലോകത്തിനും ബോധ്യപ്പെട്ടു. പക്ഷേ പഞ്ചാബിൽ തീവ്രവാദത്തെ അടിച്ചമർത്തപ്പെട്ടു. കാനഡയിലും പ്രശ്നങ്ങൾ ഏതാണ്ടൊക്കെ തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 2ാം ഖലിസ്ഥാൻ വാദത്തിന് തുടക്കമിട്ടത് കനേഡിയയിലെ അമേരിക്കൻ അഭിഭാഷകനായ ഈ ഗുർബന്ത് സിംഗ് പന്നുവാണ്. മലയാളികളുടെ നാട്ടുഭാഷയിൽ പറഞ്ഞ കടുത്ത വർഗീയവാദിയും ഇന്ത്യ വിരുദ്ധനുമാണ് ഈ പന്നൻ. നിലവിലുള്ള സിഖ് തീവ്രവാദത്തിന്റെ സൂത്രധാരൻ. ഖലിസ്ഥാനെ ഒരു പ്രത്യേക സിഖ് രാഷ്ട്രമായി സൃഷ്ടിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന സിഖ് ഫോർ ജസ്റ്റിസ്, ഇതിന്റെ നിയമ ഉപദേശകനും വക്താവുമാണ് ഇയാൾ. പഞ്ചാബിലെ അമൃത്സറിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഖാൻകോട്ട് ഗ്രാമത്തിലാണ് പന്നു ജനിച്ചതും വളർന്നത്. 1992 ഇയാൾ യുണൈറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറി. അമേരിക്കയിലും കാനഡയിലും ഇദ്ദേഹത്തിന് പൗരത്വമുണ്ട്. മുഹമ്മദ് സൽമാൻ യൂനിസ് എന്ന പാകിസ്ഥാൻ പൗരന്റെ സഹായത്തോടെ US-ലാണ് ഇദ്ദേഹം. സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടന തുടങ്ങുന്നത് തന്നെ അവിടെയാണ്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ നിയമചട്ടക്കൂടിന് കീഴിലാണ് ഇയാൾ തൻ്റെ സഹോദരൻ അവതാർ സിംഗ് പന്നു യൂനിസിനൊപ്പം സംഘടന സ്ഥാപിക്കുന്നത്. പക്ഷെ ഇവർക്ക് പാക് ചാര സംഘടനയായ ISIയുടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള പിന്തുണയുണ്ടായിരുന്നു. പന്നും യൂനിസും കാശ്മീർ ഖലിസ്ഥാൻ പ്രക്ഷോഭങ്ങൾ, അതുപോലെ അവരുടെ റഫറൻഡം ഫ്രണ്ട്, ഈ സംഘടനയും ഒക്കെ അവരങ്ങ് തുടങ്ങി. കാശ്മീർ ഖലിസ്ഥാൻ വിഘടനവാദ പ്രസ്ഥാനങ്ങളെ പിന്തുണച്ച്
ഇന്ത്യയെ നശിപ്പിക്കുക, അസ്ഥിരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് തന്നെ. നിരവധി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടും US-ഉം കാനഡയും തമ്മിലുള്ള രാജ്യങ്ങൾ, അതുപോലെയുള്ള പല രാജ്യങ്ങളും അദ്ദേഹത്തിനെതിരെ കാര്യമായ നടപടി സ്വീകരിച്ചില്ല. കാരണം അവരുടെ ഭീകരവാദം അത്രമേൽ നിഗൂഢമായിരുന്നു. ഇന്ത്യക്കെതിരെ നിരന്തരം ഹേറ്റ് സ്പീച്ച് നടത്തുകയും കടുത്ത ഹിന്ദു വിരുദ്ധ പ്രചരണം നടത്തുകയുമാണ് ഈ ഖലിസ്ഥാൻ ഭീകരനായ പന്നു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക, കാനഡ, UK ഇവയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള പരിപാടികളിലും റാലികളും ഒക്കെ സംഘടിപ്പിച്ച് ഖലിസ്ഥാൻ എന്ന പ്രത്യേക സിഖ് രാഷ്ട്രത്തിന് വേണ്ടി പന്നു പ്രചരണം നടത്തുന്നുണ്ട്. സിഖുകാർക്കെതിരായ മനുഷ്യാവകാശ ലംഘനങ്ങൾ ആരോപിച്ച് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്കും സ്ഥാപനങ്ങൾക്കുമൊക്കെ എതിരെ അന്താരാഷ്ട്ര കോടതികളിൽ കേസുകൾ ഫയൽ ചെയ്യുന്നതിലും ഇയാൾ പങ്കാളിയാണ്. നൂറുകണക്കിന് വീഡിയോകൾ ഇന്ത്യയെ വിമർശിച്ചുകൊണ്ട് പന്നു പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ പേരുകളും ചിത്രങ്ങളും സഹിതം ഇന്ത്യയെ കൊല്ലുക എന്നെഴുതിയ പോസ്റ്ററുകളും ഉത്തരവാദിത്വവും പന്നു ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവ പ്രതീകാത്മകമാണെന്നും നയതന്ത്ര ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണത്തിന് പ്രേരണ നൽകുന്നതല്ല എന്നുമൊക്കെയാണ് കാനഡയുടെ വാദം. 2023 സെപ്റ്റംബറിൽ പന്നു ഇൻഡോ കനേഡിയൻ ഹിന്ദുക്കൾക്ക് കാനഡ വിടാൻ മുന്നറിയിപ്പ് നൽകുന്ന ഒരു വീഡിയോ പുറത്തിറക്കി. അവർക്ക് കാനഡയോട് കൂറില്ല, അതാണ് അയാൾ ആരോപിക്കുന്നത്. വീഡിയോ കനേഡിയൻ രാഷ്ട്രീയക്കാരിൽ നിന്ന് പോലും വ്യാപകമായി അപലപിക്കപ്പെട്ടു. പക്ഷെ എന്നിട്ടും ഈ ഭീകരനെതിരെ നടപടിയെടുക്കാൻ കാനഡ വിറച്ചു. പന്നുവിന്റെ നേതൃത്വത്തിൽ 2024 ജൂലൈ 28 കാനഡയിലെ കാൽഗറിൽ നടന്ന റഫറണ്ടവും ഏറെ ചർച്ചയായി. ഈ റഫറണ്ടത്തിന് പിന്തുണയുമായി കൊല്ലപ്പെട്ട നിജാറിന്റെ കുടുംബവും രംഗത്ത് വന്നു. അതും വാർത്തയായി. മുനിസിപ്പൽ പ്ലാസ വോട്ടിംഗ് കേന്ദ്രത്തിൽ നടന്ന റഫറണ്ടത്തിൽ 55,000-ലധികം കനേഡിയൻ സിഖുകാർ വോട്ട് ചെയ്തു. സായുധ പോരാട്ടത്തിൽ ഇന്ത്യൻ സൈന്യം കൊലപ്പെടുത്തിയ ഖലിസ്ഥാനികളുടെ കുടുംബങ്ങളൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെത്തി. 1995 ഓഗസ്റ്റിൽ അന്നത്തെ പഞ്ചാബ് മുഖ്യമന്ത്രി ബിയാൻ സിംഗിനെ കൊലപ്പെടുത്തിയ മനുഷ്യ ബോംബ് ഷഹീദ് ദിലാവർ സിംഗ്, അയാളുടെ കുടുംബമാണ് ആദ്യം വോട്ട് രേഖപ്പെടുത്തിയത്. തുടർന്ന് ഈ പന്നു ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്, ഒന്നുകിൽ നിങ്ങളുടെ ശത്രുവിനെ കൊല്ലുക, അല്ലെങ്കിൽ ഇന്ത്യൻ വ്യവസ്ഥിതിയെ കൊല്ലുക. ഖലിസ്ഥാൻ ഹിതപരിശോധനയിൽ വോട്ട് ചെയ്യാൻ കാത്തുനിന്ന ആയിരക്കണക്കിന് ജനക്കൂട്ടത്തോട് പന്നു പറഞ്ഞതാണിത്. 1929 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ ഇന്ത്യൻ നിയമസഭയ്ക്ക് നേരെ ബോംബെറിഞ്ഞത് ഈ ഷഹീദ് ഭഗത് സിംഗ് ആയിരുന്നു. പന്നു പറഞ്ഞു, അത് ഖലിസ്ഥാൻ റഫറണ്ടം പ്രചരണം ഇന്ത്യയുടെ അടിത്തറ ഇളക്കി മറിച്ചു. ഷഹീദ് ഹർദീപ് സിംഗ് നിജാറിന്റെ അയാളെ ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയത് ഹൈക്കമ്മീഷൻ സഞ്ജയ് വർമ്മ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നയതന്ത്രജ്ഞരെ കനേഡിയൻ സർക്കാർ പ്രോസിക്യൂട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെയാണെന്ന് പറഞ്ഞു. ഇന്ത്യ വിരുദ്ധത ഇളക്കി വിടുക എന്നതാണ് പന്നു ഉദ്ദേശിച്ചത്. ഖലിസ്ഥാൻ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് സിഖുകാർ കാൽഗറിലെ ഐക്കണിക് മുനിസിപ്പലിൽ പുലർച്ചെ 4 മണി മുതൽ 6 മണി വരെ ക്യൂവിൽ നിന്നു. സിറ്റി ഹാളിന് പുറത്ത് തടിച്ചുകൂടിയ സിഖുകാർ ഖലിസ്ഥാന്റെ പതാകകൾ ഏന്തി. രക്തസാക്ഷിത്വം വരിച്ച സിഖുകാരുടെ വലിയ പോസ്റ്ററുകൾ കൊണ്ട് പുറത്ത് റോഡ് അലങ്കരിച്ച ബാനറുകളിൽ സിഖുകാരുടെ ചിത്രങ്ങൾ പതിച്ചു. അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്തു. പകൽ മുഴുവനും ഈ കാൽഗറിലെ ടൗൺ ഹാൾ ഖലിസ്ഥാൻ സിന്ദാബാദ്, പഞ്ചാബ് ബനായ്ഗാ ഖലിസ്ഥാൻ, ഡൽഹി ബനായ്ഗാ ഖലിസ്ഥാൻ, രാജസ്ഥാൻ ബനായ്ഗാ ഖലിസ്ഥാൻ, മോദി സിഖുകാർക്കെതിരായ ഭീകരവാദം അവസാനിപ്പിക്കും എന്നീ മുദ്രാവാക്യങ്ങളാൽ നിറഞ്ഞു. ഇന്ത്യ ഭരിക്കുന്ന പഞ്ചാബ് ഒരു സ്വതന്ത്ര രാജ്യമാകണമോ? ഈ ചോദ്യത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. അതെ, അല്ല എന്നീ 2 ഓപ്ഷനുകളാണ് നൽകിയത്. അതെ എന്നതിനാണ് വലിയ ഭൂരിപക്ഷം കിട്ടുക എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. നേരത്തെ 2021 ഒക്ടോബർ 31 ഇതുപോലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. പന്നു അടക്കമുള്ള ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ കാരണം കാനഡയിലെ നിരപരാധികളായി ഹിന്ദു സമൂഹം ഭീതിയിലായിരിക്കുന്നു. സമാധാനമായി ജീവിക്കുന്ന കാനഡയുടെ മണ്ണിൽ പോലും വർഗീയതയും വംശീയതയും കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കുന്നു. അതിന്റെ ഫലമായി കാനഡയിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം പതിവാണ്. ബ്രിട്ടീഷ് കൊളംബിയയിലെ സറയിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മി നാരായൺ ക്ഷേത്രത്തിന് നേരെ ഖലിസ്ഥാൻ പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായത് വലിയ ചർച്ചയായി. ഭക്തർക്ക് നേരെയും ആക്രമണമുണ്ടായി. കയ്യും വടിയും ഉപയോഗിച്ച് ആളുകൾ ഏറ്റുമുട്ടുന്നതിന് ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇന്ത്യ വിരുദ്ധ നിലപാടുകളുടെ ഉത്തമ ഉദാഹരണമാണ് സംഭവമെന്ന് ഒട്ടാവയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രതികരിച്ചു. അക്രമികളെ ശിക്ഷിക്കണമെന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട്
കാനഡയിലെ ഹിന്ദു സമൂഹവും സംഭവത്തിൽ പ്രതിഷേധിച്ചു. ആക്രമണം നടന്ന ക്ഷേത്രത്തിന് മുമ്പിൽ ഇന്ത്യൻ വംശജർ ഒത്തുകൂടി. ആയിരക്കണക്കിന് പേർ ഇന്ത്യൻ പതാകയുമായിട്ടാണ് തടിച്ചുകൂടിയത്. നേരത്തെ ബ്രാംപ്ടണിൽ ഹിന്ദു മഹാസഭയുടെ ക്ഷേത്രം ഖലിസ്ഥാൻ ഭീകരർ ആക്രമിച്ചിരുന്നു. അപ്പോഴും അതിശക്തമായ ഭാഷയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ അപലപിച്ചത്. പ്രശ്നം വലിയ ചർച്ചയായതോടുകൂടി കനേഡിയൻ സർക്കാരും ഉണർന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ സിഖ് ഫോർ ജസ്റ്റിസിന്റെ സജീവ പ്രവർത്തകനായ ഇന്ദർജിത് ഗോസാലി അടക്കമുള്ളവർ കനേഡിയൻ പോലീസിന്റെ പിടിയിലായി. കാനഡയിലെ SFGയുടെ കോർഡിനേറ്ററും കൊല്ലപ്പെട്ട ഖലിസ്ഥാൻ നേതാവും ഹർദീപ് സിംഗ് നിജാറിന്റെ സഹായിയുമായിരുന്നു ഇന്ദർജിത്ത്. കാനഡയെ മാത്രമല്ല ഓസ്ട്രേലിയയെ ഖലിസ്ഥാൻ ഭീകരർ ഇന്ത്യക്കെതിരെ താവളമൊരുക്കുന്നുണ്ട്. നേരത്തെ സിഡ്നിയിലെ സ്വാമിനാരായൺ ക്ഷേത്രം താറുമാറാക്കുകയും ക്ഷേത്രത്തിന്റെ ചുമരുകളിൽ സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ പലതും എഴുതുകയും ചെയ്തിരുന്നു. ഓസ്ട്രേലിയയിലെ 5 ക്ഷേത്രങ്ങൾ ഇങ്ങനെ ആക്രമിക്കപ്പെട്ടു. ഇന്ത്യയുടെ ഹൈക്കമ്മീഷൻ മന്ദിരങ്ങൾ ആക്രമിക്കുകയും ഖലിസ്ഥാൻ പതാക ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. കാനഡയിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ മുമ്പിൽ വെച്ച് ഇന്ത്യൻ പത്രപ്രവർത്തകരെ ആക്രമിച്ചു. ലണ്ടനിൽ ഇന്ത്യയുടെ ദേശീയ പതാക വലിച്ചു കീറി. ഇന്ത്യൻ പതാക കീറുന്നു, വലിച്ചു താഴ്ത്തുന്നു, ഖലിസ്ഥാൻ പതാക ഉയർത്താൻ ശ്രമിക്കുന്നു. പലയിടത്തും ഇന്ത്യൻ പതാകകൾ കത്തിക്കുന്നു. ഈ വൈറസ് ലോകം മുഴുവനും പടരുകയാണ്. എന്നിട്ടും കാനഡയ്ക്ക് മാത്രം നേരം വെളുത്തിട്ടില്ല. പക്ഷേ സിഖ് തീവ്രവാദം കാനഡയെ വലിഞ്ഞു മുറുക്കുമ്പോൾ കാനഡയ്ക്ക് നേരം വെളുത്തു. കാരണം ഇനിയും ട്രംപിന്റെ മാജിക് ആയിരിക്കും നടക്കുന്നത്. തൽക്കാലം നമുക്കൊന്ന് ഒതുങ്ങാമെന്ന് തീരുമാനിച്ച് ഇന്ത്യയോടെല്ലാം ഏറ്റുപറഞ്ഞു മാപ്പ് പറഞ്ഞ് ഹർദീപ് സിംഗ് നിജാറിന്റെ വധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് യാതൊരു പങ്കുമില്ല എന്ന് ജസ്റ്റിൻ ട്രൂഡോ മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുമായി ഇനി നല്ല രൂപത്തിൽ സൗഹൃദപരമായി മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. കാരണം പന്നുവിനെ ഒതുക്കണമെങ്കിൽ, സിഖുകാരെ ഒതുക്കണമെങ്കിൽ ഇന്ത്യക്കല്ലാതെ കഴിയില്ല എന്ന് ഏതാണ്ട് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. നന്ദി.